ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, വെൽക്കം ബാക്ക് ടു WinTrader. മണിക്കൂറുകളോളം ചാർട്ടിൻ്റെ മുന്നിൽ ചിലവഴിച്ചിട്ടും നിരാശ തന്നെയാണോ ഫലം? അതായത് നിങ്ങൾക്ക് ആക്ച്വലി മണിക്കൂറുകൾ ചാർട്ടിൻ്റെ മുന്നിൽ ചിലവഴിച്ചിട്ടും പ്രോഫിറ്റ് ഒന്നും നിങ്ങൾക്ക് ആക്ച്വലി മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. സൈഡ് വേസ് മാർക്കറ്റൊക്കെയാണ് കുറേ നേരം ഇങ്ങനെ മാർക്കറ്റിൽ പ്രോഫിറ്റ് ഇല്ലാതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതേപോലെ നമ്മൾ എടുത്ത എൻട്രി ആണെങ്കിൽ എപ്പോഴും റിവേഴ്സ് പോകുന്ന അറിയാനും പറ്റത്തില്ല. അപ്പോൾ അതുപോലത്തെ മാർക്കറ്റിലൊക്കെ നമുക്ക് ആക്ച്വലി ട്രേഡ് ചെയ്യുമ്പം എപ്പോൾ വേണേലും ലോസ് സംഭവിക്കാൻ പറ്റുന്ന മാർക്കറ്റാണ്. അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന സ്കാൽപ്പിംഗ് ടെക്നിക്കാണ്. സ്കാൽപ്പിങ്ങിൽ നിങ്ങൾക്ക് മിനിമം, അതായത് കുറച്ച് നേരം, അതായത് ഒരു ട്രേഡ് മാത്രം എടുത്തുകൊണ്ട് കുറച്ച് നേരം മാത്രം മാർക്കറ്റിൻ്റെ മുന്നിൽ ചിലവഴിച്ചത്, അതായത് മിനിമം ഒരു മണിക്കൂർ 2 മണിക്കൂർ അത് മാത്രം ഈ ചാർട്ടിൻ്റെ മുന്നിൽ ചിലവഴിച്ചുകൊണ്ട് മാക്സിമം ഏർണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കും? അതിനെ യൂസ് ചെയ്യേണ്ട ടെക്നിക്ക് സാധാരണ ടെക്നിക്സ് പോലെയല്ല, സ്കാൽപ്പ് ചെയ്യണം. സ്കാൽപ്പിംഗ് ടെക്നിക്സ് മാത്രമാണ് നമുക്ക് അതിനകത്തുള്ള ഏക സൊല്യൂഷൻ. 11 o'clock മുമ്പ് ഒരു സുഖമായിട്ട് നല്ലൊരു എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് എക്സാമ്പിളുമായിട്ട് ഞാൻ ഇന്നത്തെ ലൈവ് മാർക്കറ്റുമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് മാർക്കറ്റിലാണ് ഞാൻ കാണിക്കുന്നത് എങ്ങനെ എൻട്രി എടുക്കണം, എങ്ങനെ എക്സിറ്റ് ചെയ്യണം, ഇതിന് നമുക്ക് ടെക്നിക്സ് ഇതിനകത്ത് യൂസ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പം ഇന്നത്തെ ട്രേഡിൽ ഞാൻ എടുത്ത പ്രോഫിറ്റ് 2400 രൂപ. ഇന്നത്തെ ട്രേഡിൽ ഞാൻ എടുത്ത പ്രോഫിറ്റ് 2400 രൂപ എടുത്തിരുന്നു. 2400 രൂപ മോർണിംഗിൽ തന്നെ അപ്രോക്സിമേറ്റ് ഒരു 10 മണിക്ക് മുൻപായി ഞാൻ എക്സിറ്റും ചെയ്തിരുന്നു. അപ്പം അത് എങ്ങനെയാണ് എടുത്തതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ എൻഡ് വരെ വാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്ന ചാർട്ട് നിഫ്റ്റിയുടെ ചാർട്ടാണ്, അതായത് നിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ ചാർട്ടാണ്. ഇപ്പം നടക്കുന്ന റേറ്റ് നിങ്ങൾക്ക് കോർണറിൽ കാണാൻ പറ്റും. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന നമ്മൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ബാർ ചാർട്ടാണ്. ബാർ ചാർട്ടിൽ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ സ്റ്റിക്കിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സൈഡ് വേസ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രാറ്റജി ഇതിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റ് റിവേഴ്സിൽ കറക്റ്റായിട്ട് അറിയാനും പറ്റും. ഓക്കെ, അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി മോർണിംഗിൽ തന്നെ, അതായത് ഒരു മിനിമം ടൈമിൽ, അതായത് അപ്രോക്സിമേറ്റ് ഒരു 11 o'clock മുമ്പ് ഒരു ചെറിയ പ്രോഫിറ്റ്, നമുക്ക് ഒരുപാട് നേരം ചാർട്ടിൻ്റെ മുന്നിലിരിക്കാതെ നമുക്ക് ഇതേപോലത്തെ സൈഡ് വേസ് മാർക്കറ്റൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് പെട്ടെന്ന് നമുക്ക് ഏത് മാർക്കറ്റ് ആണെങ്കിലും ഈ സ്കാൽപ്പിങ്ങിന് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതായത് നമുക്ക് കുറേ നേരം ചാർട്ടിൻ്റെ മുന്നിലിരിക്കേണ്ട ആവശ്യമില്ല. ഒരു 10-15 പോയിന്റ്സ് ക്യാപ്ചർ ചെയ്യാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഓക്കെ, അത് യൂസ് ചെയ്യേണ്ട മെത്തേഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഇതിനകത്ത് അപ്ലൈ ചെയ്യണമെങ്കിൽ പ്രോപ്പർ പ്രാക്ടീസ്, ഗൈഡൻസ് ഒക്കെ നമുക്ക് കിട്ടിയാലേ നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാനത് പറയാൻ കാരണം നമ്മൾ ഏത് ഒരു സ്ട്രാറ്റജി എടുത്ത് നോക്കിയാലും എല്ലാവരും പ്രോഫിറ്റിൻ്റെ കാര്യം മാത്രമേ കാണിക്കുള്ളൂ, ലോസിൻ്റെ കാര്യം ആരും പറയില്ല. ഈ 2 ലക്ഷം, ചിലപ്പോൾ 3 ലക്ഷം, 1 ലക്ഷം അല്ലെങ്കിൽ 10,000 രൂപ ഡെയിലി പ്രോഫിറ്റ് നേടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് കാണും. പക്ഷേ ആ ഒരു 10,000 രൂപ അവർ ഏൺ ചെയ്യാനായിട്ട് അവർ എത്ര പ്രാക്ടീസ് ചെയ്തു, എത്ര അതിൻ്റെ പിന്നിൽ അവരുടെ അധ്വാനമുണ്ടെന്ന് ആരും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു 10,000 മന്ത്ലി അവർ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിൻ്റെ ഇരട്ടി എമൗണ്ട് അവർ ലോസ് ആദ്യം കളഞ്ഞിട്ടായിരിക്കും ആ എമൗണ്ട് അവർക്ക് റിസീവ് ചെയ്യുന്നത് ഇന്ന്. പക്ഷേ അതിനുവേണ്ടി അവർ കുറേ പ്രാവശ്യം അധ്വാനിച്ചിട്ടുണ്ടാകും. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്ന ഈ ടെക്നിക്സിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി പ്രോഫിറ്റ് കിട്ടും. പക്ഷേ അതിന് സ്കാൽപ്പിംഗ് ടെക്നിക്സ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ആദ്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രാക്ടീസ് നടത്തണം. ഈ ടെക്നിക്സ് ഉപയോഗിച്ച പ്രോഫിറ്റ് കിട്ടും, പക്ഷേ അതിൻ്റെ പിന്നിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതേ ടെക്നിക്സ് ഒരു പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ സ്വീകരിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ വീഡിയോ എൻ്റെ വരെ വാച്ച് ചെയ്യണം. ഞാൻ സീമ. അപ്പോൾ ഞാൻ ഇപ്പം നിഫ്റ്റിയുടെ ലൈവ് റേറ്റ് നിങ്ങൾക്ക് കോർണറിൽ കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ രാവിലെ ഒരു സെൽ സിഗ്നൽ വന്നിരുന്നു. ഇപ്പം കാണുന്ന ഡീറ്റെയിൽസ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം 3:01, അതായത് ഇപ്പം 3:10
ഇപ്പം 3:1 അതായത് ഒരു 10 മിനിറ്റ് മുമ്പ് ഒരു ബൈസിക്കിൾ വന്നിട്ടുണ്ട്. അതിൻ്റെ എൻട്രി പോയിന്റ് ആണ് 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം, ഓൾറെഡി മുന്നേ വീഡിയോസിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് എങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. ഇന്ന് രാവിലെ ഇപ്പം അപ്രോക്സിമേറ്റ് മാർക്കറ്റ് മോർണിംഗ് ഇവിടെ നിന്നാണ് ഓപ്പൺ ആയത്. ഓപ്പൺ ആയ സമയത്ത് ബൈസിക്കിളും സെല്ലും രണ്ടും കൂടെ ഒന്നിച്ചു വന്നിരുന്നു. അപ്പം സ്കാൽപ്പിംഗ് എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ബാർ ചാർട്ട് പ്രകാരം നോക്കുമ്പം 4 ലെവൽ കൺഫർമേഷൻ നമ്മൾ നോക്കിയിട്ട് എടുക്കാവുള്ളൂ. ഇപ്പോൾ രാവിലെ ഓപ്പൺ ആയപ്പോൾ ഒന്ന് ഡൗൺ ആയിട്ട് ഓപ്പൺ ആയിട്ട് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ഇറങ്ങിയിട്ട്, അതായത് ആ സമയത്ത് ബാങ്ക് നിഫ്റ്റി ഇറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല, കാരണം ബാങ്ക് നിഫ്റ്റി റിവേഴ്സ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നിഫ്റ്റി അടിച്ചിറങ്ങുകയും ചെയ്തു. അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും സെൽ സോണും വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ സപ്പോർട്ട്, ഈ ബ്ലൂ കളർ സ്റ്റാർ സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും മൊമെൻറ്റും കൂടെ നോക്കണം. അതായത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ പിടിച്ചു കഴിഞ്ഞാൽ അതൊരു ഷുവറായിട്ടും ഒരു 10-15 പോയിന്റ് എന്തായാലും താഴ്ത്തിറങ്ങാതിരിക്കില്ല. ഓക്കെ, താഴ്ത്തിറങ്ങും, ഭൂരിഭാഗവും താഴ്ത്തിറങ്ങും. ഓക്കെ, അപ്പം ഇതിനകത്ത് ഡൗൺ ഇറങ്ങിയിട്ട് സപ്പോർട്ട് പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്ത ലെവൽ ഇവിടുന്നാണ്. അപ്പോൾ ആ ലെവലിൽ പിടിച്ചിട്ട് നമുക്ക് എടുത്തിരുന്നെങ്കിൽ ഒരു 17,716 ആ പോയിന്റിൽ നിന്ന് അപ്രോക്സിമേറ്റ് നല്ല രീതിയിൽ താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. 17,715 വരെ നമുക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 69 നിന്ന് 15 വരെ. അപ്പം എന്തായാലും ഒരു 40, 45, 48 പോയിന്റ്സോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരു 2,000-2,500 ഇടയ്ക്ക് എന്തായാലും നമുക്ക് അവിടെ നിന്ന് ഏൺ ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ എടുത്ത പ്രോഫിറ്റ് 2,400. ഓക്കെ, അപ്പം അതോടൊപ്പം അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് കുറച്ചൊരു ബൈസിക്കിൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു. അത് കൺഫേംഡ് അല്ല, എക്സ്ട്രാ കളർ കാണിക്കുന്ന സൈഡ് വേസ് ആണ്. അത് കഴിഞ്ഞ് പിന്നീട് എഗെയിൻ ഇവിടുന്ന് ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് ഒരു മാർക്കറ്റ് താഴ്ത്ത് പിന്നെയും ഒരു ഡൗണിലേക്ക് പോയിരുന്നു. അപ്പം ഇവിടെ വന്ന സെൽസിക്കിൽ പിന്നെയും സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കണ്ട. കാരണം എന്താന്ന് പറഞ്ഞാൽ ബൈ കൺഫേം ആകാതെ തിരിച്ച് കയറാതെ ഇറങ്ങിയതാണ്. അവിടെ നമുക്ക് ഈ 3-ാമത്തെ 4-ാമത്തെ ക്യാൻഡിൽ എടുക്കാം. കാരണം ഇത് ബൈ കൺഫേം ആകാതെ തിരിച്ച് പോയിട്ടില്ല, പോകാതെ മാർക്കറ്റ് തിരിച്ചിറങ്ങിയതാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് 2-ാമത്തെ 3-ാമത്തെ, കാരണം അവിടെ ഒക്കേഷൻ നേരത്തെ കാണിച്ച മൊമെന്റും ഇപ്പം കാണിച്ച മൊമെന്റും വ്യത്യാസമുണ്ട്. ഇതൊരു ബൈ കൺഫേംഡ് ബൈ അല്ല, അത് തിരിച്ച് കയറാതെ മാർക്കറ്റ് തിരിച്ചിറങ്ങിയത് അവിടെ ഒബ്വിയസ്ലി താഴോട്ട് തന്നെയായിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം. അവിടെ നിന്നും നമുക്ക് ആക്ച്വലി ചെറിയൊരു പോയിന്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 17,751 നിന്ന് നമുക്ക് നേരെ താഴോട്ട് 17,710 വരെ നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ചെറിയ പോയിന്റ് രാവിലെ ഈ പ്രോഫിറ്റ് എക്സിറ്റ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ് 10:30 കഴിഞ്ഞിരുന്നു. ഓക്കെ, അപ്പം 10:11 മണിക്ക് മുമ്പ് നമുക്ക് എന്തായാലും ഒരു 2 ട്രേഡ് ഇന്ന് കിട്ടുന്നു. ഈ 2 ട്രേഡ് ഒറ്റ ട്രേഡ് മാത്രം മതി നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റിലേക്ക്. പിന്നെ ലാസ്റ്റ് ഈ ക്ലോസിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ആക്ച്വലി ഒരു ചെറിയ പ്രോഫിറ്റ് നമുക്ക് എടുത്തിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ക്ലോസിങ്ങിൽ ഒരു പോർഷൻ മാർക്കറ്റിൻ്റെ ആക്ച്വലി മോർണിംഗിലും ഒരു പോർഷൻ സ്കാൽപ്പിംഗിൽ നിന്ന് കിട്ടും. അത് ഒരു 2 മണിക്ക് ശേഷം നമുക്ക് സ്കാൽപ്പിംഗ് എഗെയിൻ നോക്കാൻ പറ്റും. 2 മണിക്ക് ശേഷം ഒരു നല്ല ടെക്നിക്സ് ഇതിനകത്ത് നിന്ന് നല്ലൊരു ബ്രേക്ക്ഔട്ട് ലെവൽ, അതായത് മാർക്കറ്റ് ഭയങ്കര ക്ലോസിങ്ങിലേക്ക് ഇരിക്കുമ്പോൾ നല്ലൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും മാർക്കറ്റിൽ. ആ ഒരു ലെവലിൽ നിന്ന് നമുക്കൊരു ചെറിയ സ്കാൽപ്പ് ചെയ്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി 5 മിനിറ്റ്സ് ഇൻട്രാഡേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ അധികം മൊമെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇൻട്രാഡേയും കാണിച്ചു തരാം. ഇൻട്രാഡേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഗ്യാപ് ഡൗണിൽ നിന്ന് ഇറങ്ങിയിട്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഈ ലെവലിൽ നിന്നാണ് അവിടുന്ന് ചെറിയ പോയിന്റ് താഴ്ത്തിറങ്ങിയിട്ട് 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. നമുക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഒരു അപ്രോക്സിമേറ്റ് 60 പോയിന്റ്സിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റ് കുറേ നേരം സൈഡ് വേസ് നിന്നിട്ട് ബൈ വന്ന് കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും മാർക്കറ്റിന് മൊമെൻ്റ് ഇല്ലാതെ ഇങ്ങനെ നിൽക്കുവാണ്. അതാണ് ഇന്നത്തെ നിഫ്റ്റിയുടെ മൊമെൻറ്റ്. അപ്പോൾ ഇതേപോലത്തെ മൊമെൻറ്റ്സിൽ ആക്ച്വലി ഒരു എക്സ്പീരിയൻസ് അല്ലാത്ത ആളുകൾക്കൊക്കെ നമുക്ക് പ്രോഫിറ്റ് നേടാൻ വളരെ ഒരു ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതിന് ഈ ടെക്നിക്സ് ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റിലേക്ക് എത്താൻ കഴിയും. പക്ഷേ എഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങൾ പ്രോപ്പർ, അതായത് ഇൻട്രാഡേ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ഡിഫിക്കൽട്ടാണ് സ്കാൽപ്പിംഗ് യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഡമ്മി ട്രേഡ് എടുത്ത് കുറച്ച് പ്രാക്ടീസ് എടുത്തിട്ട് മാത്രം നിങ്ങൾ ഈ ടെക്നിക്സ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ഞാൻ ഇന്നത്തെ നാച്ചുറൽ ഗ്യാസിന്, അതായത് ഇന്ന് എടുത്ത ഓപ്ഷനെയും കൂടെ പറഞ്ഞു തരാം. ഇന്ന് നിഫ്റ്റിയിലെ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ആ ലെവലിൽ പിടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് 17,809 ആ പോർഷനിലാണ് നമ്മൾ ആക്ച്വലി എടുത്തത്. അവിടെ നോക്കുമ്പോൾ 17,800-900 നമുക്ക് ആക്ച്വലി പുട്ടെടുക്കാമായിരുന്നു. അപ്പോൾ ആ പുട്ട് ഓപ്ഷൻ നമ്മൾ എടുത്ത പോയിന്റ് അപ്രോക്സിമേറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത പോർഷനിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിരുന്നു, ഈ പോർഷനിൽ നിന്ന്.
ഓക്കെ, ബ്രേക്കിംഗ് പോയിന്റ് ഒരു 178 നമ്മൾ എടുത്തിരുന്നെങ്കിൽ നേരെ ഒരു ഹൈക്ക് മാർക്കറ്റ് അപ്രോക്സിമേറ്റ് 226 വരെ പോയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ മോർണിംഗിൽ തന്നെ പ്രോഫിറ്റ് കിട്ടുന്ന അത് കഴിഞ്ഞിട്ട് വന്ന ബൈ സിഗ്നൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയിരുന്നു. ഒരു 194 നിന്ന് നേരെ ഒരു ഹൈക്കായിരുന്നു ഒരു 233 വരെ. അപ്പം 2 പ്രാവശ്യം നമുക്ക് ട്രേഡ് മോർണിംഗിൽ തന്നെ എടുത്ത് എക്സിറ്റ് ചെയ്യാമായിരുന്നു. നല്ലൊരു പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. സെയിം ഇതേ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഏതിലും അപ്ലൈ ചെയ്യാം. ഏതിലും എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൽ പക്ഷേ 1 മിനിറ്റ് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. ഒരു ക്രൂഡ് ഓയിലൊക്കെ അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ബാങ്ക് നിഫ്റ്റിയിൽ അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് ഇതേപോലെ സ്കാൽപ്പിംഗ് ഫോറക്സിലാണെങ്കിൽ 5 മിനിറ്റ്സ്, പക്ഷേ എല്ലാത്തിലും വെക്കേണ്ട ടൈം ഫ്രെയിം കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പം അത് അറിയാൻ വേണ്ടി കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി വിളിക്കാൻ ഞാൻ ഗൈഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നാച്ചുറൽ ഗ്യാസിന് ഇന്നത്തെ പെർഫോമൻസ് കമ്മോഡിറ്റിയുടെയും കൂടെ പറഞ്ഞു തരാം. അപ്പം ഇന്നത്തെ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ഗ്യാസിൽ നല്ലൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. മോർണിംഗിൽ ഒരു ബൈയും എഗെയിൻ ഒരു സെല്ലും നല്ല രീതിയിൽ ഇന്ന് ഏൺ ചെയ്തിരുന്നു. അപ്പോൾ ബൈ നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ബ്രേക്ക് ഔട്ട് ലെവൽ ഒരു 205 നേരെ ബ്രേക്ക് ചെയ്ത് ഒരു 206 വരെ പോയിട്ടുണ്ട്. ഒരു 6 പോയിന്റ്സിന് മോർണിംഗിൽ തന്നെ കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് എഗെയിൻ ഡൗൺ പോയിട്ടുണ്ട്. അതൊരു അപ്രോക്സിമേറ്റ് ഒരു 1 മണിക്ക് ശേഷം നമുക്ക് ബ്രേക്ക് ഡൗൺ ആയി അതേപോലെ നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 4 പോയിന്റോളം അതേപോലെ തന്നെ ഇറങ്ങിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പം ഇത് അല്ലാതെ തന്നെ ഇന്ന് സ്റ്റോക്കിൽ തന്നെ നല്ല മൊമെൻ്റ് ഉണ്ടായിരുന്നു. സ്റ്റോക്കിൽ രാവിലെ തന്നെ മോർണിംഗിൽ തന്നെ നമുക്ക് ഭാരതി എയർടെൽ ഡൗൺ പോയിരുന്നു, മാരുതി ഡൗൺ പോയിരുന്നു. അതേപോലെ തന്നെ ACCക്ക് നല്ലൊരു ബൈ ഹൈക്ക് ഉണ്ടായിരുന്നു. ബജാജ് ഫിനാൻസ്, വിൻസർവ്, ഇതൊക്കെ മോർണിംഗിൽ തന്നെ ഒരു ബൈ മൊമെൻറ്റ് കിട്ടിയിരുന്നു. അപ്പം ഇതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ എൻ്റെ സ്കാനറിലൂടെയാണ്. ഞാൻ മോർണിംഗിൽ തന്നെ സെറ്റ് ചെയ്യുന്ന സ്കാനറിൽ നല്ല രീതിയിൽ നമുക്ക് മൊമെൻറ്റ് വരുന്ന സ്റ്റോക്കുകൾ ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാൻ വിളിച്ചാൽ മതി, ഞാൻ ഗൈഡ് ചെയ്തു തരാം.